ശരീരം മുഴുവൻ വെളുക്കാനുള്ള ഒരു സൂത്രമാണ് പറയുന്നത്. ഈ ഒരു ലഡു ഉണ്ടല്ലോ, ഡെയിലി ഒരെണ്ണം വെച്ചൊന്ന് കഴിച്ചു നോക്കണേ. നിങ്ങളുടെ ഫുൾ ബോഡി വെളുത്തിട്ട് പാറും. നല്ലൊരു പാത്രം അടുപ്പത്തേക്ക് വെക്കണം. അത് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ 250 ഗ്രാം കാഷ്നട്ട്, അതായത് നമ്മുടെ അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അണ്ടിപ്പരിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. സ്കിന്നിനെ നല്ല രീതിയിൽ നിർത്തിക്കൊണ്ട് പോകാനൊക്കെ സഹായിക്കുന്നതാണ്. കൂടുതൽ ഇതിനകത്ത് പ്രോട്ടീനൊക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് വളരെ മാറ്റം നൽകാൻ പെട്ടെന്ന് തന്നെ സാധിക്കും. ഇനി ഇതൊന്ന് നല്ല പോലെ മൂപ്പിച്ചെടുക്കണം. നമുക്ക് ഈ ഒരു ലഡു കുറേ ദിവസം കേടുകൂടാതിരിക്കുന്നതിന് വേണ്ടിയാണ്. അതൊന്ന് മൂത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ 250 ഗ്രാം ആൽമണ്ട് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് നമ്മുടെ ബദാം 250 ഗ്രാം ചേർത്ത് നല്ല പോലെ അതും ഒന്ന് ചൂടാക്കി എടുക്കണം. അങ്ങനെ ഞാൻ നല്ല പോലെ എല്ലാം ചൂടാക്കി എടുക്കുകയാണ്. ഇനി ഇതെല്ലാം ഒന്ന് കളർ ചെറിയ രീതിയിൽ ചേഞ്ച് ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇത് തണുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. അതൊന്ന് തണുക്കട്ടെ. ഇനി ഇതിലേക്ക് അടുത്ത വേറെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്നുള്ളത് പറയാം. നമ്മുടെ പിസ്ത ഉണ്ടല്ലോ, പിസ്ത നമുക്ക് വേണം. അതെടുക്കേണ്ടത് 100 ഗ്രാം ആണ് പിസ്ത നമുക്ക് വേണ്ടത്. 100 ഗ്രാം പിസ്ത എടുക്കുക. അത് നല്ല പോലെ അതും മൂപ്പിച്ച് നമ്മൾ എടുക്കേണ്ടതാണ്. പിസ്ത നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. ഫുൾ ബോഡിക്ക് നല്ലപോലെ തിളക്കം നൽകാനുമൊക്കെ പിസ്തയിൽ നിന്ന് സാധിക്കും. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന പല കാര്യങ്ങളും. അങ്ങനെ പിസ്തയും ഒന്ന് മൂപ്പിച്ചിട്ടുണ്ട്. തണുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പാത്രം ഉണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 50 ഗ്രാം, അതായത് 50 ഗ്രാം വാൾനട്ടാണ് വേണ്ടത്. 50 കൂടുതൽ പാടില്ല. നമ്മുടെ 50 ഗ്രാം വാൾനട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ സ്കിന്നിന് തിളക്കം വെപ്പിക്കാൻ പെട്ടെന്ന് തന്നെ സഹായിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ വാൾനട്ടും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഇതും മൂപ്പിച്ച് നമ്മൾ എടുക്കേണ്ടതാണ്. അങ്ങനെ വാൾനട്ടും ഒക്കെ നല്ല പോലെ മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാത്രത്തിലേക്കുണ്ടല്ലോ, നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഇതെല്ലാം തണുപ്പിച്ചെടുക്കണം. ഇനി തണുത്തതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല പോലെ നമ്മൾ ഇത് പൊടിച്ചെടുക്കേണ്ടതാണ്. എന്തായാലും ഞാൻ ഇത് പൊടിച്ചെടുത്തോണ്ട് വരട്ടെ. കുറച്ച് ഇട്ടേ പൊടിക്കാവുള്ളൂ. അങ്ങനെ പൊടിച്ചതാ എടുത്തിട്ടുണ്ട് എല്ലാ സംഭവം. ഇനി ഇതിലേക്ക് 100 ഗ്രാം നമ്മുടെ ഈത്തപ്പഴം കുരുവൊക്കെ കളഞ്ഞിട്ട് അതും കൂടി മിക്സിയിലിട്ട് ഒന്ന് അരച്ച് എടുത്തതിന് ശേഷം ഇനി ഇത് നമ്മൾ ആ പൊടികളിലേക്ക് എല്ലാം കൂടി ഒന്ന് ഇട്ട് നല്ല പോലെ മിക്സ് ആക്കി കൊടുക്കേണ്ടതാണ്. ഇതിനകത്ത് എക്സ്ട്രാ മധുരം ഒന്നും നമ്മൾ ചേർക്കില്ല. ഇനി ഈ കയ്യിൽ കുറച്ച് നെയ്യ് ഒന്ന് തടകിയതിന് ശേഷം കുറച്ച് ചെറിയ ബോളുകളാക്കി എടുത്തിട്ട്, അതായത് നമ്മുടെ ലഡുവിൻ്റെ പരുവത്തിലായിട്ട് നമ്മൾ എടുക്കേണ്ടതാണ്. ഡെയിലി ഒന്നേ കഴിക്കാൻ പാടുള്ളൂ, കൂടുതൽ കഴിക്കരുത്. എന്തായാലും നിങ്ങളൊന്ന് കഴിച്ചു നോക്ക്, നല്ല മാറ്റം നിങ്ങൾക്ക്